വാഴ്ത്തപ്പെട്ടതായ സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ കാലം കർത്താവേ ദൈവം ഞങ്ങളുടെ വചനം പഠിച്ചാനിപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ, ബലപ്പെടുത്തുന്നു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവെ പഴയ നിയമം ഞങ്ങൾ വായിക്കുമ്പോൾ ശക്തിമാന്മാരുടെ അപ്പം അവർ ഭക്ഷിച്ചു, മന്ന ഭക്ഷിച്ചു ഒക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ട്. ഞങ്ങൾ തിരുവചനം ഭക്ഷിച്ച് ശക്തി പ്രാപിപ്പാൻ, പുനർജീവനം നേടുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലീഡിയുന്ന സാറാമ്മ, ബിജു സൗരി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. എല്ലാവരും അനുഗ്രഹിക്കണമേ. ഏഴയും താത്തി ഏൽപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇത് 7ാമത്തെ സെഷനാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ദി എപ്പിസ്റ്റൽ ഓഫ് ജെയിംസ് ലിവിങ് ഔട്ട് ഗോഡ്സ് വേർഡ്. ഹല്ലേലൂയ. നമ്മൾ പുഷ്പയാണ് ഈ ടോപ്പിക്ക് പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. നിങ്ങളാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയത്തില്ല, പുഷ്പയുടെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ദൈവവചനം പഠിക്കുന്തോറും ഇത് വളരെ ആഴമേറിയ കാര്യങ്ങളാണ്. അതാ ഞാൻ പറഞ്ഞത്. ഒരു ഈസി ആയിട്ടുള്ളൊരു വിഷയമല്ല. വിഷയം എന്ന് പറഞ്ഞാൽ ദൈവവചനം എല്ലാം അങ്ങനെ തന്നെയാണ്. അതിങ്ങനെ ഈ ലോകത്തിൽ ഒരു പുസ്തകത്തിനോ ഒരു കൃതികൾ അല്ലെങ്കിൽ സാഹിത്യമോ പദ്യമോ ഗദ്യമോ ഒന്നും ഇതിനോട് കിടപിടിക്കത്തില്ല. കാര്യം അഗാധമായ ഈ സമുദ്രത്തിൻ്റെ ആഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ അഗാധമാണ് ദൈവത്തിൻ്റെ വചനം ആണ്. ദൈവമക്കളത് അതിലോട്ട് ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇന്നലെ വായിച്ച വേദഭാഗം തന്നെ ഇന്ന് വായിക്കുമ്പം വ്യത്യസ്തമായ ഡീപ്പ് മീനിങ്ങിലോട്ട് പോവുകയാണ്. സ്തോത്രം. ഞാനും ഇന്നലെ രാത്രിയിൽ ഇരുന്ന് ഈ തിരുവചന ഭാഗം ധ്യാനിക്കുണ്ടായി. രാവിലെ ഒന്ന് ഇത് നമ്മൾ ധ്യാനിക്കുമ്പം വെറുതെ ഒന്നങ്ങ് പറഞ്ഞുകൊണ്ട് പോവുകയല്ലല്ലോ ചെയ്യേണ്ടത്. അല്ല. അപ്പോൾ വളരെ ഡീപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ദൈവമക്കൾ അപ്പോൾ ദൈവമക്കൾ പ്രാർത്ഥനയുടെ കൂടെ ഇരിക്കണം, എന്നാലേ ഇത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ പറയുന്നു, പ്രാർത്ഥനയോടെ നമ്മൾ ഇരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. 5-ാം വാക്യം, നമ്മൾ 4-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കുറേ കഴിഞ്ഞു. അതിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, 4-ാം വാക്യം തന്നെയും പറയാനാണെങ്കിൽ 2-3 ആഴ്ച കൂടെ പറഞ്ഞാലും തീരത്തില്ല 4-ാം വാക്യം. അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് കുറേ നമ്മൾ കവർ ചെയ്തു. തൽക്കാലം അത് എന്നെ വിടുകയാണ്. 5-ാം വാക്യം ഇതിലേക്ക് പ്രവേശിക്കുക. 5-ാം വാക്യം വായിക്കാം. ഞാനും കുറവാകുന്നുവെങ്കിൽ വർദ്ധിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ആമേൻ. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. പല കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. സ്വതന്ത്രം ഇംഗ്ലീഷ് ഇവിടെ വായിക്കും. സോറി. If any of you lack wisdom, let him ask of God that giveth to all men liberally and upbraideth not, and it shall be given him. Amen. അപ്പോൾ ഇവിടെ വിസ്ഡം എന്നുള്ള പദം, വിസ്ഡം എന്ന് പറയുമ്പം ഹിയർ ഈസ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേർഡ് ഓഫ് ഗോഡ്. അണ്ടർസ്റ്റാൻഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പം പിന്നെ നമ്മൾ കാണാം, വി ഷുഡ് ആസ്ക് ദ ലോർഡ് ടു ഷോ അസ് ഹിസ് വേ ഇൻ ഹിസ് വേർഡ്. അവൻ്റെ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് വി ഷുഡ് ആസ്ക് ദ ലോർഡ്. അതായത് ടു ഷോ അസ് ഹിസ് വേ, അവൻ്റെ വഴി എന്താണെന്നുള്ളത് നമ്മൾ വചനത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചോദിക്കണം. പിന്നെ ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം, വേറെ കാര്യം, ഗോഡ് ഡിലൈറ്റ്സ് ഇൻ ഗിവിങ് ടു ഹിസ് ചിൽഡ്രൻ. ദൈവമക്കൾക്ക്, അവൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ഹീ ഈസ് ഹാപ്പി. ഗോഡ് ഡിലൈറ്റ്സ് ഇൻ ഗിവിങ് ടു ഹിസ് ചിൽഡ്രൻ. പിന്നെ സോ ഹീ വിൽ
ഹീ വിൽ ഡു ഇറ്റ്സ് സോ ലിബറലി. ലിബറലായിട്ട് തന്നെ ദൈവം കൊടുക്കുന്ന ദൈവമാണ്. വൺ കണ്ടീഷൻ, ഇഫ് വി വിൽ ഓൺലി ബിലീവ് ഹിം, അവൻ വിശ്വസിക്കുന്നുവെങ്കിൽ. ആമേൻ, ഹല്ലേലൂയ. So he will give without condemnation. നമ്മളൊരു വാക്കിവിടെ കണ്ടു, എന്തോ എന്നെ ഫൽസിക്കാതെ, അല്ലേ? അങ്ങനല്ലേ ബിജുസോല്ലേ? ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? അങ്ങനെയല്ല, ഫൽസിക്കാതെ എന്നുള്ള വാക്കിന്റെ കാര്യമാണ് നമ്മൾ, അതാണ് ഫൽസിക്കാതെ. എന്തോ ഇംഗ്ലീഷിൽ അല്ല, ഇംഗ്ലീഷിൽ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഒന്ന് വായിക്കും. ലിബറലി അല്ല, ലിബറലി നോട്ട്സ് അപ്രൈഡഡ്. ഓക്കെ, അതാ നമ്മൾ ദൈവമക്കൾ വളരെ വളരെ ഫോക്കസ് ചെയ്ത്, മൈൻഡ് ഫോക്കസ് ചെയ്ത് ഇരുന്നാലേ മനസ്സിലാവുകയുള്ളൂ. ഇത് ഞാനിപ്പോഴും പറയുന്നത് കഥകൾ കേൾക്കുന്ന പോലെയല്ല, ഇത് ഡീപ്പ് ടോപ്പിക്കാണ്. ഓക്കെ, ഡീപ്പ് ടോപ്പിക്കാണ്. അപ്പോൾ ദൈവമക്കൾ പ്രാർത്ഥന കൊണ്ട് ഇരുന്നാലേ അത് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ഇംഗ്ലീഷിൽ വിതൗട്ട് കണ്ടംനേഷൻ, ഫൽസിക്കാതെ, മനസ്സിലാക്കാം. സ്തോത്രം. So he will give without condemnation. So why don't more Christians ask him for what he is needed? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമുക്ക് എന്താ വേണ്ടത്? അതെ, അപ്പം അവൻ ഫൽസിക്കാതെ തരുന്ന ദൈവമാണ്. സോ വി ഹാവ് ഹിസ് പ്രോമിസ്. അപ്പം അവൻ്റെ വാഗ്ദാനം നമുക്കുണ്ട്. That if you ask in faith, believing that such wisdom will be given unto you. So what a promise. അതൊരു വാഗ്ദാനമാണ്. ഹല്ലേലൂയ. വിസ്ഡം നമ്മളിപ്പോൾ കണ്ടു. If any of you lack wisdom, അഞ്ചാം വാക്യത്തിൽ wisdom. If any of you lack wisdom. എന്താ ലാക്ക് വിസ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കുന്നതെന്നോ ഞാൻ പറഞ്ഞു. എന്തോ ഞാൻ അണ്ടർസ്റ്റാൻഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്. The word of God. Hallelujah. If you, proper knowledge of the word of God. Proper knowledge വേണം. Hallelujah. ഇന്നലെ തന്നെ ഉദാഹരണത്തിന് ഇന്നലെ രാവിലെ വചന ശുശ്രൂഷിച്ചപ്പോൾ സെക്രട്ടറിയാവിൻ്റെ പുസ്തകത്തിൽ വായിച്ചു, അന്നാളിൽ. അപ്പം ഞാൻ ഓഡിയൻസിനോട് ചോദിച്ചു, എന്തോ ഈ അന്നാളിൽ എന്ന് പറഞ്ഞു. പല പ്രാവശ്യം ഇവിടെ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തന്നെയല്ല, മറ്റ് ദൈവദാസന്മാരും പഠിപ്പിച്ച് കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അന്നാള് എന്താ ആർക്കും അതെ, അന്നാളിൽ 1000 പണ്ട് വായിച്ച ദാറ്റ്സ് ആൻസർ. പക്ഷെ ആരും ഓഡിയൻസ് ഉത്തരം പറഞ്ഞില്ല. ഓക്കെ, ഞാൻ ആരും കുറ്റമൊന്നും പറയില്ല, ജസ്റ്റ് നമ്മളെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്യാൻ പറയുന്നത്. നമ്മൾ കഥകൾ കേട്ട് പോകുമല്ല ദൈവമക്കളെ നമുക്ക് വേണ്ടത്. ഇതിൽ അനേക ആത്മീയ മർമ്മങ്ങൾ കിടപ്പുണ്ട്. അത് നമ്മൾ പ്രാപിക്കാനായിട്ട് അതിനുവേണ്ടി നമ്മൾ ജാഗരിക്കണം. അതാണ് നമ്മുടെ ഈ പഠനത്തിൻ്റെ ലക്ഷ്യം അതാണല്ലോ. ദൈവം ദി എപ്പിസ്റ്റൽ ഓഫ് ജെയിംസ്, ലിവിങ് ഔട്ട് ഗോഡ്സ് വേ. അതാണ്. അപ്പം ഇഫ് എനി ഓഫ് യു ലാക്ക് വിസ്ഡം എന്ന് പറയുമ്പം ലോകപ്രകാരമുള്ള ജ്ഞാനമോ കാര്യങ്ങളോ അല്ല ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് പെർട്ടൈൻ ടു ദ പ്രോപ്പർ നോളജ് ഓഫ് വേർഡ് ഓഫ് ഗോഡ്. അതാണ്.
ഹല്ലേലൂയ, സ്തോത്രം. സോ ഇതൊരു ടെസ്റ്റിംഗ് ആണ്. ഇഫ് എനിവൺ ലാക്സ് വിസ്ഡം he may have it by asking. നമ്മൾ ചോദിക്കുന്ന അനുസരിച്ച് കിട്ടും. നമ്മൾ ചോദിക്കുന്നുണ്ടോ? അല്ലല്ലോ. ഇന്നിപ്പോൾ ഉടനെ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഉടനെ കിട്ടണമെന്നല്ല. പക്ഷെ ഇതിന് പ്രൈസ് പേ ചെയ്യും. നമ്മൾ പ്രൈസ് പേ ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. നാളുകളായിട്ട് ചിലർക്ക് വേഗം കിട്ടിയായിരിക്കും, കിട്ടുമായിരിക്കാം, കിട്ടത്തില്ലെന്നല്ല പറഞ്ഞത്. പ്രൈസ് പേ ചെയ്യണം. യു മേ ഹാവ് ഇറ്റ് ബൈ ആസ്കിങ്. ചോദിക്കുന്നതനുസരിച്ചായിരിക്കും കിട്ടുന്നത്. ദ വിസ്ഡം വിച്ച് ഗോഡ് ഗിവ് യു. നമുക്കറിയാം, പത്രോസ് യേശുവിനെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഡിനേ ചെയ്ത കാര്യം നമുക്കറിയാം. സോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ കർത്താവിനെ ഡിനേ ചെയ്ത കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഇതെല്ലാം പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ്. മുന്നോട്ട് വരുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഡിനേ ചെയ്തു, ഓക്കെ. പൗലോസിനെ എടുക്കുമ്പം പൗലോസ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവനെ ഡിനേ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളതായിട്ട് കാണുന്നില്ല. ഉണ്ടോ സാറാമ്മ? ഇല്ല, കാണുന്നില്ല. പൗലോസ് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഓക്കെ. പക്ഷേ ഇത് ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു 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 വിഷയത്തിൽ വരും, താഴോട്ട് വരും. എന്തിനാ ഈ പത്രോസിൻ്റെ കാര്യം പറഞ്ഞത്? അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൗലോസിന് അനേക മർമ്മങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, 14 ലേഖനങ്ങൾ എഴുതി. പത്രോസ് യേശുവിൻ്റെ കൂടെ നടന്ന ആളാണ്. ഇതെല്ലാം എല്ലാ ദൈവം നമുക്കറിയാം. ഇനേക നോക്കുമ്പോൾ പത്രോസിനാണ് കൂടുതൽ കിട്ടേണ്ടത് എന്ന് കിട്ടിക്കാണുമായിരിക്കാം. നമ്മളില്ലെന്നൊന്നും ഡിനേ ചെയ്യുമല്ല, അങ്ങനെയൊന്നുമല്ല പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കാനുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഫെയില്യൂർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വൺ തിങ്. അതായത് എന്നാൽ ഫെയിലിയർ, വൈ ഫെയിലിയർ ഒക്കേഡ് ഈസ് എ റിയൽ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഫെയിലിയർ ഉണ്ടായത്? അതാണ് നമുക്ക് അതിനെക്കുറിച്ചൊരു ഒരു കൃത്യമായ ഉത്തരം ഇവിടെ പറഞ്ഞു വെക്കാനൊക്കത്തില്ല. സോ മെനി ഓഫ് us do not know the answer to that question. So അത് നീ എത്ര നിങ്ങൾ ചികഞ്ഞ് നോക്കിയാലും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നിരിക്കുമായിരിക്കും ഓരോരുത്തർക്ക്. എനിക്കറിയത്തില്ല കഴിയുമോ എന്നുള്ളത്. എന്നാൽ നമ്മൾ തിരുവനന്തപുരത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുന്നത്, ഈ പല കാര്യങ്ങളും ഓർക്കുകയാണ്. റോമാലേഖനത്തിലൊക്കെ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന് നമ്മളിപ്പോൾ ഈ 5-ാം വാക്യത്തിൽ അങ്ങനെയല്ലേ, ആസ്ക് ഗോഡ്, ആസ്ക് ഓഫ് ഗോഡ്. അങ്ങനെ വിശ്വസിക്കുന്നത് ലെറ്റ് ഹിം ask of God that giveth all and liberally and upbraideth not. മതി, നമ്മൾക്ക് ഓരോ വാക്കിൽ കൂടി തന്നെ പോകുന്നത്. ഓക്കെ, ലെറ്റ് ഹിം ആസ്ക് ഓഫ് ഗോഡ്. അപ്പം ദാറ്റ് ടെല്ലിങ് us who has the answer and to whom we should go. Ask him, let him ask of God. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദൈവാത്മാവ് അപ്പോസ്തലനായ യാക്കോബിൽ കൂടി പറയാണ്,
സൈക്കോളജിസ്റ്റിനോട് ഞാൻ ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? അല്ല. ഇല്ല, based on. അതെ, ഫിലോസഫറോട് ചോദിക്കാനാണ് പറഞ്ഞേക്കുന്നത്? അല്ല. അല്ല. PhD പാസ്സായ ആളോട് ചോദിക്കാനാണ് പറഞ്ഞേക്കുന്നത്? അല്ല. അല്ല. PhDക്കാരെ ഞാൻ താഴ്ത്തിക്കെട്ടുമല്ല, ആരും ചിന്തിക്കണ്ട. പക്ഷെ അങ്ങനെ ഒരു ധാരണ വെക്കരുത്. അവർക്കേ എല്ലാം അറിയാവുന്നുള്ളത്. മനസ്സിലാക്കണം. ഇന്നത്തെ PhD കുറിച്ച് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദേവദാസനുണ്ട്, പേര് ഞാൻ പറയാം. ഇവിടെ ഉണ്ട്, അമേരിക്കയിലുണ്ട്. ഒരു ഗുരുവിടെ പാസ്റ്റർ, എൻ്റെ പേര് തന്നെ, ഒരു ചെറുപ്പക്കാരൻ ഉണ്ട്. ഏത് സ്റ്റേറ്റാണെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല, അത്രയും പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞു, എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, സെറാംപൂർ യൂണിവേഴ്സിറ്റി പഠിച്ച ഒരാളാണ്, ബൈബിൾ പഠിച്ച. എന്നോട് പറഞ്ഞു, അച്ഛാ, ബൈബിൾ കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ ദൈവം ഇല്ലെന്ന് പറഞ്ഞേ ഇറങ്ങി വരുവുള്ളൂ. അങ്ങനെ അവർ പഠിപ്പിക്കുന്നത്. എന്നോട് ഇങ്ങനെയും കൂടി പറഞ്ഞു, ഞാൻ അഭിഷേകം പ്രാപിച്ചതായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല, അല്ലെങ്കിൽ അതിലോട്ട് പോകും. അപ്പോൾ PhD കൊണ്ട് കാര്യമില്ല. PhD കൊണ്ട് കാര്യമില്ല. പോയ ആളും പഠിച്ച ആളും പറഞ്ഞതാണ് ഈ എന്നോട് പറഞ്ഞ കാര്യം ഞാനീ പറയുന്നതാണ്, ഞാൻ ഉണ്ടാക്കി പറഞ്ഞതൊന്നുമല്ല. അതുകൊണ്ട് PhDക്കാർ ടോപ്പാണെന്നൊന്നും, ടോപ്പുള്ളവർ കാണുമായിരിക്കും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ സൈക്കോളജിസ്റ്റിനോട് ചോദിക്കാനല്ല പറഞ്ഞേക്കുന്നത്, ഫിലോസഫറോട് ചോദിക്കാനല്ല, ബില്ലിയനറോട് കോടീശ്വരനോട് ചോദിക്കാനല്ല പറഞ്ഞേക്കുന്നത്. He said, ask God. Ask God. Hallelujah. If you have any question, ask God. പിന്നെ വേണേ ചോദിക്കാൻ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ദൈവസന്നിധി വിശ്വസ്തമായി ദൈവത്തെ സേവിക്കുന്ന ദൈവദാസന്മാർ അല്ലെ ദൈവദാസിമാർ, വിശ്വാസികൾ തന്നെ ഉള്ളവരുണ്ട്. ചോദിക്കാം. ഒരു ഇതുമില്ല. അതെൻ്റെ ഞാൻ പറഞ്ഞു, ഞാനിവിടെ നമ്മുടെ വേദോസിലെ വാക്യം വായിക്കുന്നത് ആസ്ക് ഗോഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതിനിടയ്ക്ക് ഞാൻ പിന്നെ ആണ് മറ്റുള്ള ചോദിക്കേണ്ടെന്നില്ല, ചോദിക്കുക, ഒരു കുഴപ്പമില്ല എന്ന് എൻ്റെ അഭിപ്രായം കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആസ്കിങ് ദ ലോർഡ്. അതായത് നമ്മളിപ്പോൾ കാണുന്നത്, മോസ്റ്റ് ക്രിസ്ത്യൻസ് ആർ ആക്ച്വലി നോട്ട് ആസ്കിങ്, നോട്ട് ടേക്കിംഗ് their problem to the Lord. അതിന് പകരം മറ്റ് സ്ഥലങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് പോകുന്നത്. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും. ശ്രദ്ധിക്കണം, ഇന്നത് പ്രാബല്യത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ക്രിസ്ത്യൻ സൈക്കോളജിസ്റ്റ് ഇപ്പോൾ ഒരുപാടുണ്ട്. എനിക്ക് പല സൈക്കോളജിസ്റ്റിനെ എനിക്കറിയാം, ക്രിസ്ത്യൻ സൈക്കോളജിസ്റ്റിനെ എനിക്കറിയാം. ഞാൻ അവരോട് ഇടപെട്ടിട്ടുണ്ട്, അവർ പല കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പല വിശ്വാസികളായിട്ടുള്ള ഓരോ പ്രോബ്ലംസ് അവരുടെ അടുത്ത് കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല. അപ്പം ഞാനതിൽ ഓർത്തിട്ടുണ്ട്, ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതിന് പകരം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഉപവസിച്ച് പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ഓക്കെ, സ്തോത്രം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് ഹിം ആസ്ക് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം so in effect Christians should actually ask God instead of taking your problem to psychologist or psychiatrist, but rather seeking the help. If you like to get an answer from elsewhere, what is going to happen? They tell you that the Bible, the biblical truth may be, they won't say it like that, wrong എന്ന് പറയത്തില്ല. ദൈവവചനം റോങ് ആണെന്ന് പറയത്തില്ല. അവർ പഠിച്ച രീതിയിൽ
പഠിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ പ്രസൻറ്റ് ചെയ്യത്തുള്ളൂ. ഉള്ളു. മത്തായി മത്തായില്ല, മർക്കോസ് 6:34 എന്ന് വായിച്ചേ. മർക്കോസ് 6:34. മർക്കോസ് 6:34. അവൻ പടകിൽ നിന്നിറങ്ങിയപ്പോൾ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സരിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. ഒന്നുകൂടി ഉച്ചത്തിൽ വായിക്കും, ക്ലിയർ ആയില്ല. അവൻ പടകിൽ നിന്നിറങ്ങിയപ്പോൾ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സരിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. ഹല്ലേലൂയ. മനസ്സലിഞ്ഞു. കണ്ടോ? ഈ മനസ്സലിവ് സൈക്കോളജിസ്റ്റിനുണ്ടാകുമോ? സൈക്കാട്രിസ്റ്റിനുണ്ടാകുമോ? ഫിലോസഫർക്കുണ്ടാകുമോ? അതെ, അവൻ മനസ്സലിഞ്ഞു. അപ്പോൾ അവൻ മനസ്സലിവുള്ള ദൈവം കർത്താവാണ്. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ അപര്യാപ്തത നമുക്ക് അവൻ്റെ മുമ്പിൽ കൊണ്ടുവരാം. നമ്മുടെ ഈ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്ന ദൈവമക്കൾ, അല്ലെങ്കിൽ ഇത് പലർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, കേൾക്കുന്നവർക്കും കൂടി പറയാണ്, നമ്മളെ സഹായിപ്പാൻ നമ്മുടെ കർത്താവ് മാത്രം. അതേസമയം ഞാൻ ഇപ്പം പറഞ്ഞ പോലെ നല്ല വിശ്വാസികൾ, ആത്മാർത്ഥതയുള്ള വിശ്വാസികൾ, അവരോട് അഭിപ്രായങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവമക്കളെ നമുക്ക് ഒരിക്കലും പരാജയം സംഭവിക്കത്തില്ല. സ്തോത്രം. അതെ, സ്തോത്രം. ഡിസെപ്ഷൻ എന്നൊരു വാക്കുണ്ട്. ഡിസെപ്ഷൻ കേട്ടിട്ടുണ്ടോ? ഡിസെപ്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, എന്തോ അതിൻ്റെ അർത്ഥം? എന്താ ഡിസെപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പുറകോട്ട് വലിക്കുന്ന ഡിസ്കറേജ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, വഞ്ചന, അതെ, ഡിസെപ്ഷൻ, റൈറ്റ്, എക്സാക്ട്ലി. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അതങ്ങനെ ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെയാണ്? അതിൽ സാത്താൻ തന്നെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്ന വിഷയങ്ങൾ എല്ലാവരും ദേവദാസന്മാർക്കുള്ള വന്ന് പ്രസംഗിക്കുമല്ലോ. ഇത് പല കാര്യങ്ങളിൽ നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മൾ പരാജയപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരാൻ നോക്കും. സാത്താൻ്റെ അറിവും ഇതൊക്കെ തന്നെയാണ്. സ്തോത്രം. അപ്പം നമ്മളതിൽ വിജയം പ്രാപിപ്പാൻ നോക്കുകയാണ്. ഇന്ന് ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വേറെ കാര്യം. ആത്മഹത്യയുടെ കൂടുതൽ കാര്യം കേരളത്തിലെ വാർത്തകൾ, ഇന്ത്യയിലേക്ക് വാർത്തകളെ കൂടുതലും വായിക്കുന്നത്. ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിസെപ്ഷൻ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം നമ്മളിപ്പോൾ വായിച്ചതായി ഈ 5-ാം വാക്യത്തിൽ ഒരു വാക്കുണ്ട്, ഗോഡ് ഗീവ്സ് ലിബർട്ടി. അങ്ങനെയല്ലേ വായിച്ചത് സൗരി? അങ്ങനെ ഒരു പദമുണ്ടോ? ലിബറലി. കണ്ടോ? അപ്പം നിങ്ങളിൽ ഒരാൾക്ക് നമ്മൾ വായിച്ചു വിസ്ഡം കുറവാണെങ്കിൽ ask of God. He gives liberally. Oh, glory. Hallelujah. But giving to all men liberally refers that meaning to those who ask. Amen. Hallelujah. എപ്പോഴൊരു കാര്യം നമ്മൾ കാണാറുണ്ട്. So he gives to those who ask. ചോദിക്കുന്നവർക്ക് കൊടുക്കും. Providing they ask the right thing. അതുകൊണ്ട് the right thing ആയിരിക്കണം ചോദിക്കുന്നത്. സ്തോത്രം. അതിര് വിട്ടു ചോദിക്കരുത്. ചോദിക്കണ്ടെന്ന് പറയുന്നില്ല,
അത് ദൈവാത്മാവ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. ചോദിച്ചുകൊള്ളുക, ജാതികളെ അവകാശമായി അനേകം വാക്തത്വങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഉണ്ട്. ദൈവങ്ങൾ ചിലപ്പം ഞാനീ പറയുമ്പോൾ ചിലപ്പം വേറെ ഏതൊരു വാക്യം വേണേൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ എടുക്കരുത്. എന്നെ നിങ്ങൾക്ക് ദൈവാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്ന രീതി നിങ്ങൾക്ക് ചോദിക്കാം. അത് ഇവിടെ നമ്മളിവിടെ ഈ പഠനത്തിൽ കൂടി ആസ്കിങ് ദ റൈറ്റ് തിങ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദ ഹോളി സ്പിരിറ്റ് യൂസിങ് ദ വേ ടു ഓൾ മെൻ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. യെസ്, ഗിവിങ് ടു ഓൾ മെൻ. അപ്പം ഓൾ മെൻ എന്ന് പറയുമ്പം ദൈവം ഇവിടെ എന്തോ മുഖം നോക്കുന്നവനാണോ? റെസ്പെക്ടർ ഓഫ് പേഴ്സൺസ് ആണോ? അല്ല. സഭയിലെ പ്രസിഡന്റിനെ കൊടുക്കൊള്ളുന്നുണ്ടോ? സഭയിലെ സെക്രട്ടറിക്ക് മാത്രമേ കൊടുക്കൊള്ളുന്നുണ്ടോ? ഇല്ല. സഭയിൽ വന്ന് പാവിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഏത് ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു ഡോറ് തുറക്കുന്നവർക്കും കസേര തുടയ്ക്കുന്നവർക്കും ടു ഓൾ മെൻ കൊടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഉള്ളതാണ്. ഇവിടെ ഈ വാക്യത്തിലുള്ള ഈ 5-ാം വാക്യത്തിലുള്ള കാര്യമോ പറയുന്നത്, ഇല്ലാത്ത ഞാൻ ഉണ്ടാക്കിയൊന്നും പറഞ്ഞതല്ല. ടു ഓൾ മെൻ. അപ്പം ദൈവം ആരുടെയും ഹീസ് നോട്ട് റെസ്പെക്ടർ ഓഫ് പേഴ്സൺസ്. അവൻ ആരുടെയും മുഖം നോക്കുന്ന ദൈവമാണ്. റിഗാർഡ്ലെസ്. ഹല്ലേലൂയ. പക്ഷേ if anyone meet his conditions, that is simple faith in Christ. Simple faith in Christ and what Christ has done at the cross, the Lord will definitely hear, not answer that prayer. Hallelujah. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട രീതി ചോദിക്കുക. അവന് കണ്ടീഷനൊന്നുമില്ല. ഓൾ മെൻ. അതായത് the condition is, as I said, he will do so because such prayer is always in the will of God. Amen. Hallelujah. ഇപ്പം നമ്മൾ വായിച്ച ഭാഗത്ത് ബിലീവർ സീക്കിംഗ് വിസ്ഡം ഫ്രം ദ ലോർഡ് ആൻഡ് ഡസ് സോ അബൌട്ട് എവറിഥിങ്. ദ ബിലീവർ വിൽ ഓൾവേസ് ആസ്ക് വാട്ട് എവർ ഹി ആസ്ക് ഇൻ ദ വിൽ ഓഫ് ഗോഡ്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. ഇൻ ദ വിൽ ഓഫ് ഗോഡ്. ഒരു മിനിറ്റ്. യെസ്, ഇൻ ദ വിൽ ഓഫ് ഗോഡ്. മനസ്സിലാക്കാം. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ഞാൻ ജനറലി പറയാണ്. ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് രണ്ടാമതൊരാൾ പ്രാർത്ഥിക്കാൻ വരുമ്പം വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. ഇത് ആ പേര് തന്നെ വീണ്ടും ഉദ്ധരിക്കും. കൊച്ചുകുട്ടികളെ പോലെ. പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്? എനിക്ക് അത് പറയാൻ ചിലർക്കത് ഉണ്ടല്ലോ. എൻ്റെ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അതാണ് അതിനകത്ത് വേറൊരു കാര്യം. നമ്മളതിനെ മാറ്റിയെടുക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞു. എഫക്റ്റീവ് പ്രയർ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഇന്നപ്പൊക്കെ പറയല്ല. എനിക്ക് തന്നെ ഞാനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആരുടെയാണെന്ന് A or B ഓക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരും. ചൊവ്വ, വെള്ളി, ഇപ്പം ബുധനാഴ്ചയുണ്ട്. നമ്മുടെ രാജൻ സഹോദരൻ അത് പ്രാർത്ഥിച്ച് തുടങ്ങുന്നത് എഫക്റ്റീവ് പ്രയറാണ്. മനസ്സിലാക്കണം.
4 പേര് പ്രാർത്ഥിക്കാനേ സമയമുള്ളൂ അതിനകത്ത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആ എഫക്റ്റീവ് പ്രെയർ പിന്നെ ആണെന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങളൊന്നും അവിടെ കൊണ്ടുവരത്തില്ല. മറ്റ് പേഴ്സണൽ കാര്യങ്ങളൊന്നും അല്ല ഈ ദൈവമക്കൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ എന്തിനു വേണ്ടി ഇവിടെ വന്നു, ഏതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നേക്കുന്നത്. ഞാനൊരു സിമ്പിൾ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പോൾ രാജ്യത്തിനോട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഉടനെ എൻ്റെ മക്കളെ ഓർത്ത് അതല്ല, അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പഠിക്കണം. എഫക്റ്റീവ് പ്രെയർ എന്ന് പറയുന്നത് ഓൾവേസ് ഇൻ ദ വിൽ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അത് ഞാനായാലും പഠിച്ചിരിക്കുന്നു, നിങ്ങളായാലും പഠിച്ചിരിക്കുന്നു. നമ്മളെല്ലാം അങ്ങനെ ആ രീതിയിൽ നമ്മൾ വരണം. So if a believer seek wisdom from the Lord and does not so about everything, നമ്മൾ വിസ്ഡം ചോദിക്കുമ്പം മറ്റ് കാര്യങ്ങളിലോട്ട് നമ്മൾ ശ്രദ്ധ കൊടുത്താലോ? തിങ്ക് അബൌട്ട് ദാറ്റ്. ഇപ്പം ബിജു സഹോദരി മക്കൾ കാണും, കൊച്ചുമക്കൾ കാണും. ഐ ഡോണ്ട് നോ ഡീറ്റെയിൽ, എനിക്കറിയത്തില്ല, ഞാനങ്ങ് പറയാം. അതായത് ദൈവത്തോട് വിസ്ഡം ചോദിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ജാഗരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് മക്കളെ കൊണ്ടൊന്ന് കയറ്റേണ്ട ആവശ്യമുണ്ടോ? അത് വേറെ ടൈം എടുക്കുക. So if a believer seeking wisdom from the Lord, and that believer should focus on the subject matter. Hallelujah. So that is the very type of wisdom നമ്മൾ ധ്യാനിക്കുന്നത്. Many Christians, as I said, asking things which are not the will of God. They are asking not the will of God. Amen. Hallelujah. ഇന്നത്തെ നമുക്കറിയാം മോഡേൺ ഫെയ്ത്ത് മെസ്സേജസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ന്യൂ കാരിസ്മാറ്റിക് ന്യൂ ജെൻ ചർച്ചുകൾ ഒക്കെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്കറിയാം. മോഡേൺ ഫെയ്ത്ത് മെസ്സേജ് അതൊക്കെ ഇങ്ങനെ ഉടലെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് നിങ്ങളോട് പറയുന്നത്, ദാറ്റ്സ് ഡിസ്ട്രോയിങ് ട്രൂ ഫെയ്ത്ത്. That type of worship and that type of worship destroying the faith ആണ്. താൽക്കാലിക നേട്ടങ്ങളോ എന്തോ തൽക്കാലമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഓഫറാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ലോകപ്രകാരമുള്ള ഓഫറാണ്. ഈ ലോട്ടറിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ലോട്ടറി വിൽപ്പനക്കാരൻ പറയും 100 കോടി, 5 കോടി, ഇത്ര കോടി, ഇത് ഓഫർ ചെയ്യുന്ന പോലെ ആണ് ഇന്നത്തെ ന്യൂജൻ പോക്ക്. അതിലനേക പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആകുലരാകുന്നുണ്ട്. കാരണം ഇന്നത്തെ രീതിയിൽ ഹോളിവുഡ് ടൈപ്പ് ഡാൻസും നൃത്തവും ആഘോഷവും ഈ ട്രാവൽ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തായ്ലൻഡ്, ഇന്തോനേഷ്യ, ചൈന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിൽ ഹോട്ടലിൽ മുമ്പിൽ കിടന്നുകൊണ്ട് ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. യൂറോപ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. യൂറോപ്യൻസ് മദ്യം കുടിച്ച്, കൂടുതലും വെള്ളക്കാരായ കൂടുതലും ക്രിസ്ത്യാനികളായിരിക്കണമല്ലോ.
മദ്യം കുടിച്ച് ഡാൻസിൽ മുങ്ങി ഇതേ ഉള്ളു കാണാൻ. ആഹാരം കഴിച്ച് അതെ ഫുഡ് ഇപ്പോഴത്തെ മോഡേൺ ഫുഡും ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഇതാണ്. അപ്പം അപ്പം അത് ആരാധന സ്ഥലത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാം ഒരു ഇന്നേവേ വേറെ രീതിയിൽ കൊണ്ടുവരും. അതേ പ്രതിഭാസം, അതേ ലൈഫ്, അതേ രീതിയിലുള്ള അവതരണമാണ് ഈ ന്യൂജൻ ഇതിൽ കാണുന്നത്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാൻ പോവുകയാണ്. ദൈവമക്കൾ ഞാൻ പറയുമ്പോൾ ദൈവമക്കൾ വിചാരിക്കരുത് എനിക്ക് ഏതാണ്ട് എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം ഞാൻ പറയാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇന്ത്യയിൽ പോയിട്ട് 14 വർഷമായി. 2012 ഞാൻ നാട്ടിൽ പോയത്. പിന്നെ ഞാനെങ്ങും പോയിട്ടില്ല. പിന്നെ ആകെ കൂടി ഞാൻ പോയിരിക്കുന്നത് എൻ്റെ ഇവിടെ നമ്മൾ പ്രെയർ ലൈനിലുണ്ടായിരുന്ന മമ്മി, ആ മമ്മി മരിച്ചപ്പോൾ ന്യൂജേഴ്സി പോയിട്ടുണ്ട്. പിന്നെ ഏതോ അങ്ങനെ കേട്ടോ എൻ്റെ ഒരു കസിൻ ഹൂസ്റ്റണിൽ മരിച്ചു, എൻ്റെ ഫസ്റ്റ് കസിൻ. അങ്ങനെ 1-2 സ്ഥലത്തെ ഞാൻ പിന്നെ യാത്ര ചെയ്തിട്ടുള്ളൂ. ഞാൻ പിന്നെ വേറെ എങ്ങും പോയിട്ടില്ല. ദൈവകൃപയാൻ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഞാൻ നാട്ടിൽ പോയപ്പോൾ ഒരു കാര്യം പറയാൻ പോവുകയാണ്. സഭയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, 3 സ്ഥലത്ത് ഇവരുടെ രീതിയെ ഞാൻ പറയാൻ പറ്റും. 3 സ്ഥലത്ത് 2 സ്ഥലത്ത് 2 മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത്. ഒന്നൊരു പൊതു മീറ്റിംഗ്, വലിയ മീറ്റിംഗ് ഇല്ല, ഒരു വീട്ടിൽ തന്നെ, ഒരു വീട്ടിൽ 2 മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ഒന്ന് ഷിക്കാഗോയിൽ അറ്റൻഡ് ചെയ്തു. 3 മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആരുടെയാണെന്നറിയോ? ഇവിടെ സംഘടനയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ന്യൂജൻ ചർച്ച് എന്ന് ഞാനങ്ങ് പറഞ്ഞേക്കാം. അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇവിടെ രാത്രി ഞാൻ അവിടെ 7 മണി മുതൽ രാത്രി 10 വരെ ആ കൂട്ടായ്മയിൽ, ആ കൂട്ടത്തിൽ എല്ലാം ചെറുപ്പക്കാരാണ് മീറ്റിംഗ് ചെയ്തത്. ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഞാനൊരു പുതിയ ആളാണല്ലോ, എപ്പോഴും ചെല്ലുന്ന ആളുമല്ല, കാണുന്നവർക്കൊക്കെ അറിയാം ഞാനൊരു പുതിയ ആളവിടെ ഇരിപ്പുണ്ട്. എന്നാൽ ഈ നടത്തിപ്പുകാരനായിരിക്കുന്ന ആരാണ്? പാസ്റ്റർ എന്ന് പറയാൻ പറ്റുമോ? ഐ ഡോണ്ട് നോ. ലീഡർഷിപ്പ് എടുക്കുന്ന ആൾ എന്നോടൊന്ന് ചോദിക്കും, നിങ്ങൾ ആരാണ്, നിങ്ങൾ ഏതാണ്? ഞാൻ പറയാൻ അനുഭവമാണ് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം വേറൊരു കാര്യം പറയാം. ഇവർ ഈ മീറ്റിംഗ് നടത്തിയല്ലോ, 3 hours ഇരുന്നോടോ പ്രകടനങ്ങൾ നടത്തിയല്ലോ. അതാണ് എന്നെ പാസ്റ്ററെന്ന് കാണണ്ട, ഒരു പ്രായം ചെന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അച്ഛനൊന്ന് പ്രാർത്ഥിക്കും. ഒന്ന് പറഞ്ഞില്ലല്ലോ. ഒന്ന്. ഓക്കെ, അത് ഒന്നാമത്തെ സംഭവം. വേറൊരു ന്യൂജൻ ചർച്ച് ഞാൻ ഒരിടത്ത് നാട്ടിലെ കാര്യം പറയുന്നു, അറ്റൻഡ് ചെയ്തു. അതും ഇത് തന്നെ. അത് വേറെ സ്ഥലമാണ്. അയ്യോ, ഞാനങ്ങ് ആശ്ചര്യപ്പെട്ടു. മനുഷ്യർക്കൊരു മര്യാദയില്ലേ? പുതിയൊരാൾ ചെന്ന് കഴിഞ്ഞാൽ ചോദിക്കത്തില്ലേ? അതും ഇത് തന്നെ. ഓക്കെ, ഞാനിത് ഈ വചനം പറയുന്നതുകൊണ്ട് ഇന്നത്തെ ന്യൂജൻ ഇങ്ങനെ ഇപ്പോൾ കൂടി വന്നപ്പോഴേ ഇതൊക്കെ ഓർമ്മ വരുന്നത്. ചിക്കാഗോയിൽ ഇത് തന്നെ ഒരിടത്ത് ഇതുപോലൊരു വീട്ടിൽ രാത്രി ഇരുന്ന് പ്രാർത്ഥനയ്ക്ക് ഞാൻ അറ്റൻഡ് ചെയ്തു. എവിടെ എന്നൊന്നും പറയുന്നില്ല, അവിടെ ഇത് തന്നെ. പ്രായമുള്ളവരെ ബഹുമാനിക്കാത്ത, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മിനിസ്റ്റർ അവിടെ ചെന്നിട്ട് അവരോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥിക്കാനെങ്കിലും ഇതെന്തോ ഇപ്പൊ കണ്ടോ? ഇത് 14 വർഷത്തിന് മുമ്പാണെന്ന കാര്യം ഞാനീ പറഞ്ഞത്, നാട്ടിലെ കാര്യം. ചിക്കാഗോയിൽ നടന്നതും ഏകദേശം അതേ ടൈം തന്നെയായിരുന്നു. അപ്പൊ ഇപ്പം എത്രത്തോളം അത് പ്രബലപ്പെട്ടു എന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ന്യൂജന്റെ പോക്കാണ് ഞാൻ പറയുന്നത്.
അല്ല, എനിക്ക് അതിൻ്റെ അവസരം കിട്ടിയില്ലെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാതെ ഇരിക്കേണ്ടോ. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ടൈപ്പൊന്നുമല്ല, അങ്ങനെ അതിൻ്റെ പുറകെ നടക്കുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് ചിന്തിച്ചോണം. അവസരത്തിന് വേണ്ടി കൂടെ നടക്കുന്ന ആളൊന്നുമല്ല ഞാൻ. മനസ്സിലാക്കണം. എനിക്കൊരു ചാൻസ് തരണേ. നോ, നോ വേ. അതുകൊണ്ട് ഞാൻ വൈദ്യുതി പറയാണ്. ഓക്കെ, ഞാൻ എന്തിനാ ഇത്രയും കാര്യം പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂജൻ്റെ പോക്കാണ് ഞാൻ പറഞ്ഞത്. ശലോമോന്റെ കാലത്ത് ശലോമോന്റെ മകന്റെ രാജാവിന്റെ പേരെന്തായിരുന്നു? രഹബയാമല്ല, നോർത്തേൺ കിങ്ഡം ആയിരുന്നു. രഹബയാവിന്റെ രാജവാഴ്ച സമയത്ത് അവിടെ പ്രായമുള്ള വയോധികരായിട്ടുള്ളവരുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുണ്ട്. അവരോട് അഭിപ്രായം ചോദിക്കാതെ ഇവർ അഭിപ്രായം കൊടുത്തു. ചെറുപ്പക്കാരവിടെ നിൽപ്പുണ്ട്, യങ്സ്റ്റേഴ്സ്, 20, 25, 30 വയസ്സ് പ്രായമുള്ളത്. അവരോടാണ് രഹബയാം ആലോചന ചോദിച്ചത്. അതെന്ത് സംഭവിച്ചു? ഫെയിലിയർ ഉണ്ടായി. ആദ്യം പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കും. മൂത്തവരെ കയറി അനാവശ്യം സംസാരിച്ച് അവരെ ഇഗ്നോർ ചെയ്തിട്ട് ഉള്ള പരിപാടിയല്ല വേണ്ടത്. മനസ്സിലാക്കണം. അത് വേറൊരു കാര്യമുണ്ട്. എനിക്കൂടെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ അടുക്കളയിൽ നിന്നുകൊണ്ട് ഏതാണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം ഞാനിവിടെ എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ഭൂഷണിന്ന് എന്നെ വിളിക്കുന്നു. ചെറുപ്പക്കാരൻ പ്രായം ചോദിച്ചു. എൻ്റെ മോൻ്റെ പോലെ പ്രായം പോലും ഇല്ല. PhD കാരനാണ് സംസാരിച്ചപ്പോൾ. PhD കാരനാണ് ഈ പറഞ്ഞ മാതിരി. ഏതോ വിഷയത്തിൽ എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പഠിപ്പിച്ചത് ഏതാണ്ട് വിഷയത്തിനെ കുറിച്ച് നമുക്ക് വിവരമില്ലെന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ച് സംസാരിക്കുന്നത്. എങ്ങനെയാണ് എൻ്റെ നമ്പർ കിട്ടി? അതിനോണോ ഓക്കെ, അത് ഞാൻ പേരൊക്കെ ചോദിച്ചാൽ ഓക്കെ. അപ്പം ഇതെല്ലാം അഹങ്കാരമാണ് ഇതൊക്കെ. പിന്നെ ഞാൻ ലാസ്റ്റ് പിന്നെ പറയേണ്ടി വന്നു. എങ്ങനെ ഇത് ഒതുങ്ങിയെന്നറിയാം കൊച്ചൻ? അഹങ്കാരം. അതാ ഞാൻ പറയാതിരിക്കാനൊക്കത്തില്ല. ഞാൻ എൻ്റെ അനുഭവമായിട്ട് ഞാൻ പറയുന്നത്. എന്നോട് പറഞ്ഞതാണ്, ഞാൻ PhD കാരനാണ്, ചെറുപ്പക്കാരനാണ്. എൻ്റെ മകൻ്റെ പ്രായം പോലും ഇല്ല ആ കൊച്ചന്. ഓക്കെ, കുറേ കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ കുറേ ഇങ്ങനെ കേട്ടോണ്ട് ഞാൻ ആദ്യം ഉണ്ടായിരുന്നു. കുറേ കഴിയുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പറയേണ്ടി വന്നു. ഞാൻ പറഞ്ഞ് ആ കൊച്ചനോട് പേര് ചോദിച്ചു. എനിക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ആൾ തന്നെ. ഞാൻ 2ാം ക്ലാസ് പഠിച്ചത്. ഞാൻ കുറ്റം പറയില്ല, ഞാൻ പറയേണ്ടി വന്നു. ഞാനും മാസ്റ്റേഴ്സ് പഠിച്ച ആളാണ്. അപ്പോഴാവും ഒതുങ്ങിയത്. മനസ്സിലാക്കണം. ഇതൊക്കെ അതാ ചെറുപ്പക്കാരുടെ മനോഭാവങ്ങൾ, ഇവരുടെയൊക്കെ രീതികളാണ് ഞാൻ പറഞ്ഞത്. ഓപ്പണായിട്ട് സംസാരിക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവരുടെ പോക്ക് ഇതാണ്. പ്രായമുള്ളവരെ ബഹുമാനിക്കത്തില്ല. അങ്ങനെയാണ് ഇതിൻ്റെ പോക്ക്. ഓക്കെ, ഇതൊന്നും ഞാൻ പറയാനിരുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതിൻ്റെ അനുഭവ സാക്ഷിയാണ് ഈ സംസാരിക്കുന്നത്. സോ many Christians, we can see that asking God, not the will of God. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. സ്വതന്ത്രം. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ദ മോഡേൺ ഫെയ്ത്ത് മെസ്സേജ് that what they are promoting, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, how they are dealing with other people, they are destroying faith. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ചാട്ടവും ബഹളവും നൃത്തവും മ്യൂസിക്കും നമ്മൾ കാണുന്നത്. വിശ്വാസ മേഖലയിലേറ്റ്, ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലോട്ട് പഠിപ്പിക്കുകയോ അതിനെ ഉദ്ധരിക്കുന്ന രീതിയിൽ അല്ല പ്രസൻറ്റ് ചെയ്യുന്നത്. അല്ല, നമ്മൾ എല്ലായ്പ്പോഴും അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ പോരാളിയാണെന്നും
ക്രൂശ് ഞാൻ എൻ്റെ ക്രൂശിനെ താൻ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. ഐ ആം ദ അംബാസിഡർ ഇൻ ചെയിൻസ് എന്നൊക്കെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഐ എം നോട്ട് പൗലോസ് പറഞ്ഞില്ല, ഐ എം എ PhD ഹോൾഡർ. ഇൻ എ വേ ഹി ഈസ്. ഗമാലിയലിൻ്റെ പാദത്തിൽ ഇരുന്നും പഠിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. പക്ഷെ താനതൊന്നും ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ല. താനിപ്പോഴും പറയുന്നത് ഞാൻ പാപികളിൽ ഒന്നാമനാണ്, ഞാൻ ബന്ധനസ്ഥനാണ്, ക്രിസ്തുവിൻ്റെ അംബാസഡർ ഇൻ ചെയിൻസ് എന്നാണ് തന്നെ താൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആണല്ലോ, ഇതാണ് ഈ മനോഭാവം നമുക്ക് വേണ്ടത്. എന്തിനാണ് താനിത് പറഞ്ഞത്, ദൈവാത്മാവ് സൂചിപ്പിച്ചത്? നമ്മൾ പഠിക്കാൻ, നമ്മൾ മനസ്സിലാക്കാൻ, അറിഞ്ഞിരിക്കാൻ ആണ്. ആണ്. So I am asking a question. Do you prefer the quantity of faith or the quality of faith? Quality of faith. എനിക്കിഷ്ടപ്പെട്ടു ആ മറുപടി. ബിജു സോറി റൈറ്റ് അവേ പറഞ്ഞു. ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത് കണ്ടോ. താങ്ക് യു. യെസ്, ഗോഡ് ബ്ലെസ് യു. ഞാൻ ചോദിച്ചതിന് മറുപടി എക്സാക്ട്ലി പെട്ടതാണ്. ഡു യു പ്രിഫർ ക്വാണ്ടിറ്റി ഓഫ് ഫെയ്ത്ത് ഓർ ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത്? കണ്ടോ, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ അതെ, ക്വാണ്ടിറ്റി ഓഫ് ഫെയ്ത്ത് അല്ല, നമുക്ക് ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത് ആണ് വേണ്ടത്. അല്ലെങ്കിൽ ഇതാണ് ആഴങ്ങളിലോട്ട് നമ്മൾ പോകണമെന്ന് പറഞ്ഞ വേണ്ട, അങ്ങനെ വേണം. വെരി ഗുഡ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അതായത് ശിഷ്യന്മാർ വന്ന് ലൂക്കോസ് 17-5 വാക്യം വായിക്കാം. ലൂക്കോസ് 17-5 വാക്യം വായിക്കാം. 17-5 വാക്യം. 5-6. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ആമേൻ. അപ്പൊ ഇവിടെ ഈ ശിഷ്യന്മാർ വന്ന് ആസ്കിങ് ജീസസ് ടു ഇൻക്രീസ് അവർ ഫെയ്ത്ത്, ഇൻക്രീസ് അവർ ഫെയ്ത്ത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അതിനുള്ള മറുപടിയാണ് കർത്താവ് പറഞ്ഞത്. അതായത് ഇംഗ്ലീഷിൽ ഇഫ് യു ഹാവ് ഫെയ്ത്ത്. And the apostle said unto the Lord, increase our faith. And the Lord said, if you had faith as a grain of mustard seed, you might say unto this sycamore tree, be thou plucked up by the root and be thou planted in the sea, and it should obey. Yeah, if you have faith as a grain of mustard. അപ്പൊ ഇവര് വിശ്വാസം വർദ്ധിപ്പിച്ച് തരാൻ വേണ്ടി ഇൻക്രീസ് അവർ ഫെയ്ത്ത് ചോദിക്കുകയാണ്. സോ ഇൻ അതർ വേസ് അവർ ജീസസ് വാസ് ടെല്ലിംഗ് ദം that they did not need an increase in faith. അതായത് they needed the quality of faith. സഹോദരി പറഞ്ഞ പോലെ ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത് ആണ് വേണ്ടത്. അതായത് അവർക്ക് they want to increase in faith, but actually they needed the quality of faith. What is the quality of faith? We are going to think about that. What is quality of faith? So either there is faith in the proper object, faith in the proper object, that is the cross. ഒരുവരെന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. BMW കാറിൽ കയറി അനുഗമിക്കാനല്ല, റോൾസ് റോയ്സ് വണ്ടി കയറി അനുഗമിക്കുന്ന കാര്യമല്ല. മനസ്സിലാക്കണം. ഇവിടെ ബന്ധുക്കോസ് പല ആൾക്കാരും എന്നോട് സംസാരിക്കാറൊക്കെ ഉണ്ട്. പല സഭകളിലൊക്കെ ചെല്ലുമ്പം വലിയ വില കൂടിയ കാറുകളൊക്കെ കിടക്കുന്നത് കാണുമ്പോഴത്തേക്ക്
ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ അത് വാങ്ങിച്ചു, ഇത് വാങ്ങിച്ചു, എന്നിട്ടൊക്കെ കൂടുതൽ പറയുന്നത് അത് വാങ്ങിച്ചു, ഇതൊക്കെയാണോ അങ്ങനെ വ്യക്തിഗത കാര്യമാണ് പറയുന്നത്. ഉണ്ട് ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത് എന്തുവാ? അതെ, ദൈവമക്കളെ അതിനാണ് നമ്മൾ ദൈവവചനം പഠിച്ച് അതിലോട്ട് ശ്രദ്ധ കൊടുക്കുക. ഇന്നത്തെ കാലത്ത് ഇതൊന്നും പറഞ്ഞാലൊന്നും വിലപ്പോകുമെന്ന് എനിക്കറിയാം. ആരും ഒന്നും അംഗീകരിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. സ്വതന്ത്രം ആരോഗ്യം അങ്ങനെ ഫാഷനബിൾ ഇൻക്രീസാണ് ആഗ്രഹിക്കുന്നത്. ഫാഷൻ അതാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രംഗങ്ങളിലും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുരുക്കം വരെ അത് ഏറ്റെടുക്കുള്ളൂ. എനിക്കറിയാം ഏറ്റെടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ അതിലോട്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. So as I said, the modern faith in message has not had the cross as its object. Hallelujah. ക്രിസ്തുവിൻ്റെ ക്രൂശ് എടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതേതാണ്ടോ വലിയ ആകാര ഭംഗിയും, ചിന്തിക്കുകയാണെങ്കിൽ ഡീപ്പായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് അർത്ഥം മീനിങ് കിടപ്പുണ്ട്. വലിയ ഭാഗ്യ സൗന്ദര്യവും ആണ് കാണിക്കുന്നത്. സൗന്ദര്യം ചിന്തിച്ചു നോക്കാം. തിങ്ക് അബൌട്ട് ദാറ്റ്. നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഞാൻ പറയാതെ തന്നെ ചിന്തിക്കുക. ക്രൂശ് എടുത്ത് അനുഗമിക്കട്ടെ എന്ന് പറയുമ്പം എന്തോ അതിനകത്ത് മനസ്സിലാക്കുന്നത്? ഇത് പണം ഉണ്ടെന്ന് വിചാരിച്ചു വലിയ ആർഭാടമായ ലൈഫ് സ്റ്റൈലാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ഒന്നുമല്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ആരും അത് ചിന്തിക്കാറില്ല, പറയാറുമില്ല. അതാണ് ഞാൻ ഇത് ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത്. ക്വാളിറ്റി അറിയില്ല. അതെ, സ്വതന്ത്രം. നമ്മൾ 5-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു വിസ്ഡം. അതായത് എൻ്റെ മുമ്പിൽ 4 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അപ്പം വിസ്ഡം നമ്മൾ അത് നമ്മൾ ആഗ്രഹിക്കുക. സ്തോത്രം. വിസ്ഡം ഓഫ് ഗോഡ് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഹിസ് വേർഡ്. അവൻ്റെ വചനത്തിൽ വിസ്ഡം ഉണ്ട്. അത് നമ്മളെ പഠിപ്പിക്കുന്നത് വാട്ട് ദ വിൽ ഓഫ് ഗോഡ് ഈസ് ആൻഡ് ദ ഡയറക്ഷൻ വിച്ച് ഗോഡ് ഡിസൈഡ്സ് ഫോർ അവർ ലൈഫ്. അപ്പം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ ആ മാനദണ്ഡം ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ കോൺസിക്വൻറ്റ്ലി സച്ച് വിസ്ഡം ഈസ് അബ്സല്യൂട്ട്ലി പ്രൈസ്ലെസ് ആണ്. ആ ഒരു ജ്ഞാനം പ്രാപിക്കാൻ നാം ആഗ്രഹിക്കുക. 5-ാം വാക്യത്തിൽ വേറൊരു വാക്ക് പദപ്രയോഗമുണ്ടല്ലോ സൗകര്യം, ലിബറലി. അവിടെ 5-ാം വാക്യത്തിൽ ലിബറലി എന്നൊരു വാക്ക് കിടപ്പുണ്ട്, കണ്ടോ? ഗിവൻ ടു ഓൾ മെൻ ലിബറലി. ലിബറലി ഇത് ശലോമോനെ സംബന്ധിച്ച് ദൈവം ലിബറലായിട്ടല്ലേ കൊടുത്തത്? ആണ് അല്ലേ? ശലോമോൻ ഒരു കാര്യം ചിന്തിക്കണം. ഈ ജ്ഞാനം ഉപേക്ഷിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നിട്ടും ശാസിച്ചു. പിൽക്കാലത്തെ ശലോമോനെ ജ്ഞാനം ഉപേക്ഷിച്ചല്ലോ ദൈവം. ശലോമോൻ ജ്ഞാനം ചോദിക്കുന്നു, ദൈവം അത് കൊടുത്തു. ലോകത്തിൽ ആർക്കും കിട്ടാത്തതും ഇതുവരെ ആർക്കും കിട്ടാത്തതുമായ രീതിയിൽ ശലോമോന് ജ്ഞാനം കൊടുത്തു. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കാനുണ്ട് ഇവിടെ. അപ്പം ദൈവത്തിനറിയാം പിന്നീട് ഈ ആള് ഈ ജ്ഞാനം ഉപേക്ഷിക്കുമെന്നും, അതുകൊണ്ട് അവനെ പറഞ്ഞു കൊടുത്തു. ശാസിച്ചോ ചോദിച്ചു കഴിഞ്ഞാൽ ശാസിച്ചിട്ടില്ല. അതിനർത്ഥം ലിബറലി
അത് ആ പദപ്രയോഗത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ലിബറലായിട്ടാണ് കൊടുത്തത്. ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കുക. എൻ്റെ ബിജു സൗകര്യം കൂടി ഞാൻ കൂടെ കൊണ്ടുവരികയാണ്. ഇപ്പം ഞാനും ചോദിച്ചു, ദൈവം നമുക്ക് ജ്ഞാനം തന്നു. ചിലവൻ്റെ കാര്യം ജ്ഞാനം ഇഷ്ടം പോലെ തന്നു. പക്ഷെ പിൽക്കാലത്ത് നമ്മൾ ജ്ഞാനം പ്രകാരം ജീവിക്കുന്നില്ല, അല്ലെ അതിനെ നമ്മൾ പിന്തള്ളിക്കൊണ്ട് പോയെന്നിരിക്കട്ടെ. ഇത് ദൈവത്തിന് അറിയാം. ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ദൈവത്തിനറിയാം. അപ്പം ദൈവം അവിടെ വല്ല ശാസനയോ എന്തെങ്കിലും കൺട്രോളോ എല്ലാം ചെയ്തോ? ഇല്ലല്ലോ, ഇല്ല. അതാണ് അതിൻ്റെ ലിബറൽ. ഈ പറഞ്ഞ വാക്യത്തിൽ ലിബറലായിട്ട് അവൻ കൊടുക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മളതിനെ കീപ്പപ്പ് ചെയ്യുന്നതും നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമ്മളതിനെ സൂക്ഷിക്കേണ്ടതും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട കാര്യം. ദൈവത്തിനറിയാം ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ദിസ് വേ. പക്ഷേ ദൈവം ഈ ആള് ഇത് ചെയ്യത്തില്ല, അതുകൊണ്ട് കൊടുക്കുന്നില്ല, ആ മനോഭാവം ദൈവം ചെയ്തിട്ടില്ല. ലിബറലി ഇപ്പം പിടികിട്ടിയോ? അവൻ ലിബറലാണ്. മനസ്സിലായാലും ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ഔദാര്യം, അവൻ്റെ സ്നേഹം അൺകണ്ടീഷണലാണ്. നോ കണ്ടീഷൻ അറ്റ് ഓൾ. ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ യാക്കോബിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നിന്നും നമ്മൾ പൂർത്തിയായില്ല. 5-ാം വാക്യത്തിൽ പൂർത്തിയായിട്ടില്ല. ദൈവം നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് കടന്നു വരാം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ലിബറലി അതിൻ്റെ അതെ പഠിക്കാനാണ്. അതാണ് ഇത് ഡീപ്പ് ടോപ്പിക്കാണ്. നമുക്കതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവമക്കളെ നമുക്ക് ഇത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വിശ്വാസ മേഖലയിൽ നാം ഉയർന്നു വരുവാൻ നോക്കണം. നമുക്ക് ആഗ്രഹിക്കാം. ഈ വചനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സാറാമ്മ ആൻഡ് ബിജു സോരി. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.